പുടിന്റെ ഇന്ത്യ സന്ദർശനം നാളെ തുടങ്ങുകയാണ്. 2 ദിവസത്തെ സന്ദർശനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് രാജ്യം നടത്തുന്നത്. അതിനിടയിൽ കല്ലുകടിയായിട്ട് ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലുള്ള 3 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾ ചേർന്ന് എഴുതിയ ഒരു ലേഖനമാണ് ഇന്ത്യ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതിനെ മറികടന്നുകൊണ്ടാണ് UK, ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെയും ഈ അംബാസഡർമാർ ചേർന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ആ ലേഖനത്തിൽ പുടിനെയും റഷ്യയും നിശിതമായി തന്നെ വിമർശിക്കുന്ന ഒരു ലേഖനമാണ്. അതിൽ പറയുന്നു, പുടിന് ഈ യുദ്ധം നിർത്താൻ താല്പര്യമില്ല എന്നും അധിനിവേശക്കാരാണ് റഷ്യ എന്നും സ്കൂളുകളും മറ്റുമാണ്, ആശുപത്രികളും മറ്റുമാണ് റഷ്യ തകർക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നെടുനീള ലേഖനമാണ്. ഇത് ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഇന്ത്യ ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കാരണം ഈ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ ഒരു രാജ്യത്തിന്റെ പ്രതിനിധികൾക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ പത്രങ്ങളിൽ ലേഖനം എഴുതാനുള്ള അനുവാദമില്ല. അതിനെ മറികടന്നുകൊണ്ടാണ് നാളെ പുടിൻ വരുമ്പോൾ ഇത്തരത്തിൽ പുടിനെയും റഷ്യയും അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ അംബാസഡർമാരെ മാറ്റാനായി ഇന്ത്യ ഒരുപക്ഷെ ഈ രാജ്യങ്ങളോട് ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം ഇത്തരം അംബാസഡർമാരെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. പകരം റീപ്ലേസ് ചെയ്യണം എന്നൊരു ആവശ്യമാകും ഇന്ത്യ മുൻപോട്ട് വെക്കുക തന്നെ ചെയ്യുക. ഏതായാലും ഈ പത്രത്തോടും ഇപ്പോൾ വിശദീകരണം ആരാഞ്ഞിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത ഇല്ലെങ്കിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ ഇടയാക്കിയത് എന്ന്. ന്യൂസ് ഡെസ്ക്.